ഹലോ പ്രൈസ് ലോർഡ്, എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് യാത്രയിൽ തന്നെയായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയുടെ പിൻബലത്തിനും നന്ദി. ഇന്ന് രാവിലെ സമയം ഒരു പ്രത്യേകമായ വചനഭാഗമാണ് എൻ്റെ ചിന്തയിലേക്ക് ഓടി വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും ദൈവം എനിക്ക് അവസരം നൽകി. മറ്റൊന്നുമല്ല, ഒരുക്കത്തെക്കുറിച്ചാണ്. ഈ ഒരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, പിള്ളേരെ രാവിലെ നമ്മൾ സ്കൂളിൽ വിടാൻ വേണ്ടി, ചെറുപ്പത്തിലെ നിങ്ങളുടെ മക്കളൊക്കെ ചെറുതായിരുന്ന സമയത്ത് അവരെ സ്കൂളിൽ വിടാൻ വേണ്ടി നിങ്ങളെപ്പെട്ട പെടാപ്പാട് വല്ലതും ഓർക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് വല്ല ചിന്ത ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ പിള്ളേരെ സ്കൂളിലേക്ക് അയക്കാൻ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തു അല്ലേ? ആ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം ജോലി തിരക്കിനിടയ്ക്ക് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുകയായിരുന്നു അല്ലേ? ആ കുട്ടികളെ ഒരുക്കിവിടാൻ. എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ അതിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ ഷൂ ഇടുന്ന കാര്യം വരെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നൊരു വാക്യം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങുന്ന നിങ്ങൾക്ക് ഈ വാക്യവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ? ഒരുങ്ങുന്നുണ്ടോ? അതോ ഇപ്പോഴും ആ ഒരു പഴയ അവസ്ഥ തന്നെ പോവുകയാണോ? ഒരുക്കത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാം. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിച്ച കാര്യം പറയാം. ഒന്ന്, ഒരുക്കത്തിൽ നടക്കുന്നത് ആവശ്യമില്ലാത്തതെല്ലാം കഴുകിക്കളയും അല്ലേ? ശരിയാ. പിന്നീട് വസ്ത്രം ക്രമീകരിക്കും, നല്ല വസ്ത്രമായിരിക്കും. പിന്നീട് ഷൂ പോളിഷ് ചെയ്ത് എല്ലാം ക്ലിയറാക്കി ഒരുക്കം ക്ലാരിറ്റിയോടെ ഒരു യാത്രയ്ക്കോ ഒരു വിവാഹത്തിനോ അങ്ങനെയുള്ള സംവിധാനത്തിനുമെല്ലാം നിങ്ങളെ തന്നെ ഒരുക്കേണ്ടതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത് നമ്മെ തന്നെ ഒരുക്കണം. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. തൻ്റെ കാന്തയോ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അങ്ങനെ എഴുതിയിരിക്കുന്നത്. നാം നമ്മെ തന്നെ ഒരുക്കണം. നമ്മെ ഒരുക്കാൻ ഒരുപാട് കണ്ണാടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപാട് കണ്ണാടി. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ ഒരു കണ്ണാടിയാണ്. നിങ്ങളുടെ ശുശ്രൂഷകൻ ഒരു കണ്ണാടിയാണ്. നിങ്ങളുടെ കൂട്ടുകാരനൊരു കണ്ണാടിയാണ്. നിങ്ങളുടെ ഭാര്യ ഒരു കണ്ണാടിയാണ്. നിങ്ങളുടെ ഭർത്താവ് ഒരു കണ്ണാടിയാണ്. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലരും ഒരു കണ്ണാടിയാണ്. അപ്പം അവരാണ് നിങ്ങളെ കാണുന്നത്, നിങ്ങളുടെ ലൈഫിനെ വിലയിരുത്തുന്നത്, നിങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ടെന്ന് അവരാണ് പറയുന്നത് കേട്ടോ. അവരാണ് പറയുന്നത്. ഒരു നല്ല പാട്ട് പാടാൻ അറിയുന്ന ഒരു പാട്ടുകാരൻ പറയും കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുണ്ട്. നന്നായിട്ട് കീബോർഡ് വായിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ പറയും കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുണ്ട്. നിങ്ങൾ നന്നായിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ പറയും കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ മേഖലകളും മെച്ചപ്പെടുത്താനുള്ള തയ്യാറെടുപ്പ് നടത്തും എന്ന് പറഞ്ഞതുപോലെ ഒരുക്കം നമ്മൾ തന്നെ ഒരുങ്ങണം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിങ് അടുത്തെത്തി നിൽക്കുക. നാം തന്നെ ഒരുങ്ങിയില്ലെങ്കിൽ അവൻ്റെ വരവെങ്കിൽ നാം തള്ളപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അല്ലേ? അവൻ്റെ വരവിന് നാം തള്ളപ്പെട്ടു പോകും. ഞാനും നിങ്ങളൊക്കെ തള്ളപ്പെട്ടാണെന്ന് ചിന്തിച്ച് ചോദിക്കുക. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ചുമ്മാ ഒന്ന് ആലോചിച്ചോ. കാശ് മുടക്കൊന്നുമില്ലല്ലോ. ഞാനും നിങ്ങളും തള്ളപ്പെട്ടു പോയാൽ എന്തായിരിക്കും സ്ഥിതി? ഭയങ്കര വേദനാജനകമായിരിക്കും അല്ലേ? അയ്യോ, നമ്മളൊക്കെ എന്തൊക്കെയോ സംതിങ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര സെറ്റപ്പിൽ നടക്കുകയായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുക്രിസ്തുവിന് മടങ്ങി വരവെങ്കിൽ നിങ്ങൾ കാണുമോ കർത്തൻ വരവിൽ കാകള ശബ്ദത്തെ? കേട്ടിട്ടുണ്ടോ പാട്ട്? ഞാനും നിങ്ങൾ ആ വരവിൽക്കൽ കാണുമോ? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തന്നെത്താൻ ഒരുക്കാം, നമ്മളെ തന്നെ ഒരുക്കാം. മറ്റുള്ളവരെ ഒരുക്കുന്ന കാര്യത്തിൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരുങ്ങാൻ എന്നേ മറന്നുപോയി. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന സുഹൃത്തുക്കളെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, എൻ്റെ സ്നേഹിതരെ,
എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ, നിങ്ങളോടൊരു കാര്യം പറയാം. നമുക്ക് നമ്മളെ തന്നെ ഒരുക്കിയാലോ? കോപം കളയാം, ക്രോധം കളയാം, ഈർഷ്യ കളയാം, ദുർഭാഷണം കളയാം, അസൂയ കളയാം, പിണക്കം കളയാം, ജാരശങ്ക കളയാം. എല്ലാം നീക്കിക്കളഞ്ഞ് ഒരു നല്ല ശിശുവിനെ പോലെ ചിന്തിക്കാം. ഈ രാവിലെ സമയം അങ്ങനെ തുടങ്ങിയാലോ? ഞാനൊരു വാക്ക് നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കണ്ണു നടച്ചു. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവരെ കർത്താവ് ഒരുക്കുന്ന കാര്യത്തിൽ പരിശുദ്ധാത്മാവും ദൈവമേ അങ്ങ് അവരുടെ കൂടെയുള്ള തുറന്നതിയോട് സ്തോത്രം. അവരുടെ ആത്മീയ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് ദൈവമേ അവരെ സഹായിക്കണമേ, കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഞാനിവരെ അനുഗ്രഹിച്ച് രാവിലെ സമയം പ്രാർത്ഥിക്കുന്നു. ഒരുക്കത്തിൽ അവരൊരുങ്ങുവാൻ, ഒരുക്കത്തിന് വേണ്ടി അവർ ഉണരുവാൻ ദൈവം സഹായിക്കണമേ. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, മറക്കരുത്, കർത്താവായ യേശു ക്രിസ്തു വേഗം മടങ്ങി വരും. വരവിൻ്റെ ലക്ഷണങ്ങൾ അവിടെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങി. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒട്ടും സമയമില്ല. വലിയ വാഗ്ദത്തങ്ങളുണ്ടെന്നും പറഞ്ഞ് കാത്തിരിക്കേണ്ട. വാഗ്ദത്തങ്ങളൊക്കെ വരുന്ന വഴിക്ക് വരട്ടെ. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നതിന് മുമ്പ് ആ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഉണരാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.